മലപ്പുറം പൊന്നാനിയിൽ സംശയത്തെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഫാത്തിമയെ ഭർത്താവ് മുഹമ്മദ് കൊലപ്പെടുത്തിയത് കുഞ്ഞിന് മുൻപിൽ വെച്ചാണെന്ന് പോലീസ് പറഞ്ഞു. കഴുത്തിൽ ഷാൾ മുറുക്കി കൊന്ന ശേഷം കടപ്പുറത്തെ മണ്ണിൽ തല പൂഴ്ത്തി. തുടർന്ന് ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ പ്രതി മുഹമ്മദുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പൊന്നാനി ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. പ്രതി മുഹമ്മദിനെ സംഭവം നടന്ന പൊന്നാനി ഹാർബറിനോട് ചേർന്ന സ്ഥലത്തെത്തിച്ചാണ് തെളിവെടുത്തത്. പൊന്നാനി പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പിനെത്തുന്നറിഞ്ഞ് നിരവധി ആൾക്കാരും സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ബൈക്കിൽ ഫാത്തിമയ്ക്കും കുഞ്ഞിനുമൊപ്പം ബീച്ചിലേക്ക് എത്തിയത് മുതലുള്ള ഓരോ കാര്യങ്ങളും മുഹമ്മദ് പോലീസിനോട് വിശദീകരിച്ചു. കൊല നടത്തുമ്പോൾ 4 മാസം പ്രായമുള്ള മകൾ തൊട്ടടുത്ത് കിടപ്പുണ്ടായിരുന്നെന്നും മുഹമ്മദ് പോലീസിനോട് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ ചൊല്ലിയുള്ള സംസാരം വാക്കുതർക്കത്തിലെത്തുകയും അത് പിന്നീട് കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. സംഭവത്തിന് ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട മുഹമ്മദിനെ പിന്നീട് പരപ്പനങ്ങാടിയിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ട്രെയിനിന് മുമ്പിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിക്കുകയായിരുന്നു മുഹമ്മദ്. പൊന്നാനി പുനർഗേഹം ഭവന സമുച്ചയത്തിലെ താമസക്കാരാണ് ഫാത്തിമയും മുഹമ്മദും. കൊല നടത്തിയ ശേഷം പുലർച്ചെ 3 മണിയോടെ ഫ്ളാറ്റിലെത്തി കുഞ്ഞിനെ സ്വന്തം ഉമ്മയെ ഏൽപ്പിച്ച ശേഷമാണ് മുഹമ്മദ് സ്ഥലം വിട്ടത്. ഒന്നര വർഷം മുമ്പായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതു മുതൽ ദമ്പതിമാർക്കിടയിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നതായി അയൽവാസികൾ പറയുന്നു. ഭാര്യയ്ക്ക് മറ്റു ബന്ധങ്ങളുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുമ്പും ഫാത്തിമയെ മുഹമ്മദ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.